ജീവിതം ധന്യമായി മാറ്റിയിടണേ. സ്നേഹമാമീശോയെ ദിവ്യകാരുണ്യമേ എൻ ഹൃത്തിൽ വന്നിടണേ. എന്നുള്ളിൽ അലിയണമേ. വിണ്ണിൽ നിന്നും മണ്ണിൽ വന്ന ദിവ്യകാരുണ്യമേ ജീവനായി എന്നുള്ളിൽ വാഴണമേ. വിണ്ണിൽ നിന്നും മണ്ണിൽ വന്ന ദിവ്യകാരുണ്യമേ ജീവനായി എന്നുള്ളിൽ വാഴണമേ. മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസം കൃപയുടെ ദിവസമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം ജ്ഞാനത്തിന്റെ പുസ്തകം 10-ാം അധ്യായം 6-ാം തിരുവചനമാണ്. വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അധർമ്മികൾ നശിച്ചപ്പോൾ ജ്ഞാനം ഒരു നീതിമാനെ രക്ഷിച്ചു. ജ്ഞാനം ഒരു നീതിമാനെ രക്ഷിച്ചു, അധർമ്മികൾ നശിപ്പിക്കപ്പെട്ടപ്പോൾ എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ജ്ഞാനത്തിന്റെ ഉറവിടം ദൈവമാണ്. ജ്ഞാനം ദൈവം തന്നെയാണ് എന്ന് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ചില നാശത്തിന്റെ നടുവിലൂടെ, തകർച്ചയ്ക്ക് നടുവിലൂടെ മനുഷ്യൻ കടന്നു പോകേണ്ടി വരും. അവിടെ അധർമ്മികൾ നശിപ്പിക്കപ്പെടും. എന്നാൽ വിശുദ്ധിയോടെ നീതിമാനായി ദൈവത്തിനു മുമ്പിൽ ജീവിക്കുന്നവർ, അവർ രക്ഷിക്കപ്പെടുമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. ഈ ലോകത്തിന്റെ നടുവിൽ, നാശത്തിന്റെ നടുവിൽ കടന്നു പോകുന്നവരാണ് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും. ഏത് മേഖലയിൽ നോക്കിയാലും ഇന്ന് തകർച്ചയും നാശവുമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. സന്തോഷിക്കുവാനുള്ള അവസ്ഥകൾ വളരെ കുറവാണ്. നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ തിന്മ പെരുകുന്നു, നാശം പെരുകുന്നു, തകർച്ചകൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അക്രമവും അനീതിയും അഴിമതിയും എല്ലാം സമൂഹത്തിൽ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിന്റെ എല്ലാം നടുവിലൂടെ, ഈ തിന്മയ്ക്കും നാശത്തിനും നടുവിലൂടെ ഇന്ന് മനുഷ്യൻ കടന്നു പോകേണ്ടി വരുമ്പോൾ പലരും തകർന്നു പോകുന്നുണ്ട്, പലരും നശിച്ചു പോകുന്നുണ്ട്. അധർമ്മികളായിട്ടുള്ളവരുടെ ജീവിതത്തിൽ നാശം കടന്നു വരും ഈ കാലഘട്ടത്തിൽ എന്ന് വചനം വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുക. എന്നാൽ നീതിമാനായിട്ട് ആരെല്ലാം ജീവിക്കുന്നുവോ, ദൈവത്തിന് മുമ്പിൽ വിശുദ്ധിയോടെ, ദൈവത്തിന് ഇഷ്ടപ്പെട്ട വിധത്തിൽ, ദൈവത്തിന് പ്രിയങ്കരമായ വിധത്തിൽ ആരെല്ലാം ജീവിക്കുന്നുവോ അവരെല്ലാം ദൈവം ഈ ലോകത്തിന്റെ തകർച്ചകളിൽ നിന്ന് കാത്തു സംരക്ഷിക്കുമെന്ന് വചനം വ്യക്തമായിട്ട് നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നാമും നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മുടെ മക്കളും നമ്മുടെ പ്രിയപ്പെട്ടവരും നമ്മുടെ സമൂഹാംഗങ്ങളും രക്ഷ പ്രാപിക്കണമെങ്കിൽ, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള തിന്മകളിൽ നിന്ന് രക്ഷയും സൗഖ്യവും കൃപയും അനുഗ്രഹവും സ്വീകരിക്കണമെങ്കിൽ, ദൈവത്താൽ നമ്മൾ ഓരോരുത്തരും രക്ഷിക്കപ്പെടണമെങ്കിൽ വിശുദ്ധിയോടെ നീതിമാനായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. നീതിമാന്മാർക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ള തിരിച്ചറിവില് ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനു വേണ്ടുന്ന കൃപയ്ക്ക് വേണ്ടി ഈശോയുടെ മുമ്പിൽ കരങ്ങളെ യാചനയോടെ പിടിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, നാശത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാതിരിക്കുവാനുള്ള കൃപ ഇവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിശുദ്ധിയുടെ അഭിഷേകം ഇവരിലേക്ക് ഇന്നേ ദിവസം ഒഴുകട്ടെ. കർത്താവായ ഈശോയെ, നീതിമാന്മാരായി അങ്ങയുടെ തിരുമുൻപിൽ ജീവിച്ചുകൊണ്ട് അങ്ങയാൽ രക്ഷിക്കപ്പെടുന്നവരായിട്ട് മാറുവാനായിട്ട് ഇവർക്കിടയാകട്ടെ.
ഈ ലോകത്തിന്റെ നാശത്തിൽ നിന്ന് ഇവർ കാത്തു സംരക്ഷിക്കപ്പെടട്ടെ. ഇവരും ഇവരുടെ കുടുംബാംഗങ്ങളും കൂടുതൽ അഭിഷേകവും കൃപയും അനുഗ്രഹവും അങ്ങിൽ നിന്ന് സ്വീകരിക്കട്ടെ. അങ്ങയോട് ചേർന്ന് ഈ ദിവസം ജീവിക്കുവാനുള്ള കൃപ ഇവർക്ക് ലഭിക്കട്ടെ. പൈശാചിക ബന്ധനങ്ങളും നാശങ്ങളും തടസ്സങ്ങളും കെട്ടുകളും ഇവരിൽ നിന്നും ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.